മമ്മൂക്കയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സിനിമക്കാർക്കിടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊക്കെ അങ്ങനെ ഒരു വലിയൊരു വ്യക്തിയെ കൂടെ ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ളൊരു തോന്നൽ. അതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. മമ്മൂക്കയുടെ പേര് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒരു വിഷയം വരുമ്പോ ഇനി അത് മമ്മൂക്ക പറഞ്ഞില്ല എന്നുള്ള സെക്കൻഡറി ഒരു കാര്യം വരുമ്പോ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ മേലെ, ഇങ്ങനെ വിചാരിക്കാൻ മേലെ, അത് പോട്ടെന്ന് വെക്കാൻ മേലെ. ഇതൊരു സ്വാഭാവികമാണ്. ബിക്കോസ് ഞാനൊരു നോർമൽ മനുഷ്യനാണ്. ഞാനൊക്കെ അങ്ങനെ സംസാരിക്കും. കാരണം എനിക്കറിയത്തില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതികളെ കുറിച്ചേ ഉള്ളൂ എനിക്കറിയാവുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ചിന്തിക്കാനും അറിയാവുള്ളൂ. അതുകൊണ്ട് ഞാനെന്ന മനുഷ്യൻ സംസാരിക്കും. എനിക്ക് മറ്റുള്ളവരെ അറിയില്ല. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയാണെന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനെതിരെ വിമർശനവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. സാന്ദ്ര തോമസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പത്രിക നൽകിയിരുന്നു. എന്നാൽ പക്ഷേ അത് തള്ളുകയാണ് ഉണ്ടായത്. പക്ഷേ പത്രിക തള്ളാനുള്ള കാരണങ്ങൾ മുട്ടാപ്പോക്കാണെന്നാണ് സാന്ദ്ര തോമസ് ആരോപിച്ചത്. ഈ വിഷയത്തിലാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. സാന്ദ്ര തോമസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആഗ്രഹമെന്നും എന്നാൽ മത്സരിക്കരുതെന്ന് പറയുന്നത് നിയമാവലിയാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. സാന്ദ്ര പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത തനിക്കും ഉണ്ടെന്നും താനത് തെളിയിക്കുമെന്നും ലിസ്റ്റിൻ പറയുന്നു. അത് നമ്മൾ തെളിയിക്കേണ്ട ഒരു അവസരം പറയുന്ന കാര്യങ്ങൾ നുണയാന്ന് തെളിയിക്കാൻ നമുക്കൊരു അവസരം വേണ്ടേ? അപ്പോൾ നമ്മളോട് പലരും ഇപ്പം പറയുമ്പോൾ നമ്മൾ ആരും പ്രതികരിക്കാത്തത് എന്താണ്? സ്ത്രീയാണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത്. സ്ത്രീയാണ് അല്ല പറയണ്ട. എന്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട. ഫ്രണ്ട്സ് പറയുന്ന ഒന്നും പ്രതികരിക്കാൻ പോകണ്ട. അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇത് കേട്ട് മടുത്തു. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് നുണയാണ്. എല്ലാം ഒന്നല്ല, രണ്ടല്ല, 3 കാര്യങ്ങൾ നുണയാന്നല്ല, എല്ലാം നുണയാണ് എന്ന് തെളിയിക്കുന്നത് എന്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ്. സാന്ദ്രയുടേത് വെറും ഷോ ആണ്. ആദ്യം അസോസിയേഷനിലേക്ക് പർദ്ദ തിരിച്ചെത്തി. രണ്ടാമത് വന്നപ്പോൾ എന്താ പർദ്ദ കിട്ടിയില്ലേ? സംഘടനയിലെ പ്രസിഡന്റ്, സെക്രട്ടറി മുതലുള്ള സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുവാൻ കുറഞ്ഞത് 3 സിനിമകളെങ്കിലും നിർമ്മിച്ചിരിക്കണം. സാന്ദ്രയുടെ പേരിലുള്ള സിനിമകൾ പാർട്ട്ണർഷിപ്പാണ്. സാന്ദ്രയുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസസ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് ആകെ 2 എണ്ണമേ ഉള്ളൂ. മത്സരിക്കാമെന്ന് കോടതി പറയുകയാണെങ്കിൽ തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. തങ്ങൾ അപ്പീലിന് പോകുന്നില്ല എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു. തന്റെ സിനിമയിൽ നിന്നും മമ്മൂട്ടി പിന്മാറിയെന്ന് സാന്ദ്ര വിളിച്ചു പറയുന്നു. എത്രയോ ആർട്ടിസ്റ്റുകൾ പല സിനിമകളിൽ നിന്നും പിന്മാറുന്നു. മമ്മൂട്ടിയെ പോലും വെറുതെ വിഷയത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോപിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണ്? ആള് മത്സരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതൊരു ബൈലോ എന്ന് പറയുന്നത് 10-30 വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു ബൈലോയാണ്. അല്ല, ഞങ്ങളാരും അല്ല മത്സരിക്കരുതെന്ന് പറഞ്ഞത്. ബൈലോയാണ് മത്സരിക്കരുതെന്ന് പറഞ്ഞത്. നമുക്കിപ്പോ ഞങ്ങളാ തീരുമാനിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം മതിയായിരുന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു പ്രസിഡൻസിന്റെ ആവശ്യമേ ഇല്ലായിരുന്നല്ലോ. അതേസമയം പത്രിക തള്ളിയതിനു പിന്നാലെ സാന്ദ്ര തോമസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ നടൻ മമ്മൂട്ടി വിളിച്ചിരുന്നുവെന്നും കേസുമായി മുന്നോട്ട് പോകരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടുവെന്നും സാന്ദ്ര വെളിപ്പെടുത്തി. അത് പറ്റില്ല, ഇനി താൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സാന്ദ്രയുടെ ഇഷ്ടം പോലെ, അതിനകത്ത് താൻ ഇനി ഒന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂവെന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നും താനുമായി കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയിൽ നിന്നും മമ്മൂട്ടി പിന്മാറിയെന്നുമാണ് സാന്ദ്ര പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും തന്നെ ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. തന്റെ കയ്യിൽ തെളിവില്ലാത്ത ഒന്നിനെപ്പറ്റിയും താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സാന്ദ്ര തോമസും. അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രികകളാണ് നേരത്തെ വരണാധികാരി തള്ളിയത്. ഇതിനെതിരെ എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് സാന്ദ്ര തോമസ്. ബൈലോ പ്രകാരം താൻ മത്സരിക്കുവാൻ യോഗ്യയാണെന്നാണ് സാന്ദ്ര ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വരണാധികാരിയെ നിയമിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമായിട്ടാണെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. അതേസമയം സാന്ദ്ര തോമസിന്റെ ഉടമസ്ഥതയിൽ നിലവിലുള്ള നിർമ്മാണ കമ്പനിയായ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് 2 ചിത്രങ്ങൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നായിരുന്നു വരണാധികാരിയുടെ കണ്ടെത്തൽ. ലിറ്റിൽ ഹാർട്സ്, നല്ല നിലാവുള്ള രാത്രി എന്നിവയാണ് ആ ചിത്രങ്ങൾ. എന്നാൽ മറ്റൊരു കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ താനായിരുന്നുവെന്നും ആ ബാനറിലെടുത്ത ചിത്രങ്ങൾ തന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നതെന്നും സാന്ദ്ര തോമസ് വാദിച്ചിരുന്നു. വിജയ് ബാബുവായി ചേർന്ന് ചിത്രങ്ങൾ നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കാര്യമാണ് സാന്ദ്ര തോമസ് സൂചിപ്പിച്ചത്. ഒരു സ്ഥിരം അംഗത്തിന് 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മത്സരത്തിന് യോഗ്യത ഉണ്ടെന്നാണ് സംഘടനയുടെ നിയമാവലിയിൽ പറയുന്നതെന്നും 9 സിനിമകൾ തന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെന്നും സാന്ദ്ര തോമസ് വാദിച്ചിരുന്നു. എന്നാൽ പക്ഷേ എന്നിട്ടും പത്രിക തള്ളുകയാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.